കോളേജ് പഠിക്കുന്ന സമയത്ത് കലണ്ടറുമായി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു 100 രൂപ കയ്യിൽ തന്നു പറഞ്ഞു, ദ്വാരക്കണം എൻ്റെ മകൻ നിസ്കരിക്കാൻ വേണ്ടിയെന്ന്. ഇതിപ്പോൾ എന്തിനവിടെ പറഞ്ഞതെന്നറിയും? നമ്മളെല്ലാ മക്കളും സ്വാലീഹ്യങ്ങളാകാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. കാരണം ഇരുലോകത്തും ഉപകരിക്കുന്ന അമൂല്യ നിധികളാണ് അവർ. നമ്മൾ മക്കളെ മദ്രസകളിലും ദറസ് അറബി കോളേജുകളിലുമൊക്കെ ചേർക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ അഭിനന്ദാർഹമാണ്. എന്നാൽ അവർ അവിടെ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അവർ വീട്ടിലേക്ക് വരുമ്പോൾ നിസ്കരിക്കാനും ഖുർആൻ ഓതാനുമെല്ലാം അവർക്ക് നമ്മളൊരു പ്രോത്സാഹനം നൽകണം. എങ്കിൽ വലുതാകുന്ന സമയത്ത് നിസ്കരിക്കടാ, ഓതടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിറകെ ഓടേണ്ടി വരില്ല. ആ ദീൻ അവരിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അതോടുകൂടി നമ്മളും നിസ്കാരവും ഓത്തുമെല്ലാം കൃത്യമായി കൊണ്ട് നടക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവരിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ബാക്കിയാകുമെന്നുള്ളത്. അതിൽ ഒന്ന് ദുആ ചെയ്യുന്നതായ സ്വാലിഹായ സന്താനമാണ്. ആ സന്താനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദീനി വിദ്യാഭ്യാസം നൽകുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവരെ പ്രാപ്തരാക്കുകയും നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.